എസ് ജയലാൽ MLA, സഖാവ് സേതുമാധവൻ എന്നിവർ രാധാകൃഷ്ണൻ ബിനോയ് വിശ്വത്തെ വേദിയിലേക്ക് ആനയിക്കുന്നു. സഖാവ് ബിനോയ് വിശ്വത്തെ സമ്മേളന സ്വീകരണ നഗറിലേക്ക് വനിതാ സഖാക്കൾ മുത്തുക്കുടയും ചെണ്ടമേളവും മറ്റും ചാത്തന്നൂരിലെ ബഹുജനങ്ങൾ സഖാവ് ബിനോയ് വിശ്വത്തെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിക്കുന്നു. നൂറുകണക്കിന് വനിതാ സഖാക്കൾ, നൂറുകണക്കിന് റെഡ് വാളണ്ടിയേഴ്സ് അകമ്പടിയോടെ ഇതാ സമ്മേളന നഗറിലേക്ക്, സ്വീകരണ നഗറിലേക്ക് സഖാവ് ബിനോയ് വിശ്വത്തെ ആനയിക്കുന്നു. സഖാവ് ബിനോയ് വിശ്വത്തോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട MLA ജയലാലും ചാത്തന്നൂരിൻ്റെ നേതാവ് സഖാവ് സേതുമാധവൻ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നു. ഇതാ വനിതാ സഖാക്കൾ മുത്തുക്കുടയും അകമ്പടിയോടെ സഖാവ് ബിനോയ് വിശ്വത്തെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് വനിതാ സഖാക്കൾ ഇതാ ഈ സമ്മേളന നഗറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. രാജാ ക്യാപ്റ്റനെ സ്വീകരിച്ചാനയിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ജയലാൽ, സഖാവ് സേതുമാധവൻ എന്നിവർ ഇതാ സമ്മേളന നഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട വ്യക്തിഗതമായ അനുഭവവേദ്യമായ ഗുണഭോക്താക്കളായി നേരിട്ട അനുഭവവേദ്യമായ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലായിരുന്നാലും നാടിൻ്റെ തന്നെ മുഖച്ഛായം മാറ്റിയ വൻകിട വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അത് നമ്മുടെ നാട് തിരിച്ചറിയുന്നതാണ്. നമ്മുടെ ജാഥ ക്യാപ്റ്റൻ നമ്മുടെ ഈ സ്വീകരണ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഇതാ സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ബഹുജനങ്ങളുടെ ജാഥ ക്യാപ്റ്റൻ സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം കൊടുത്തുകൊണ്ട് സഖാവ് ബിനോയ് വിശ്വത്തെ സ്വീകരണ വേദിയിലേക്ക് ആനയിക്കുന്നു. സഖാവ് ബിനോയ് വിശ്വം സ്വീകരണ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് റെഡ് വാളണ്ടിയേഴ്സ് വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വാളണ്ടിയേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് CPM-ൻ്റെയും CPI-യുടെയും റെഡ് വാളണ്ടിയേഴ്സിന് വേണ്ടി നമ്മുടെ ജാഥ ക്യാപ്റ്റൻ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. സല്യൂട്ട്, ജനറൽ സല്യൂട്ട് എന്നുള്ള ഘോഷം തരും. സാവധാനം പറയും, അപ്പോൾ അറ്റൻഷൻ ആവണം. ജനറൽ സല്യൂട്ട്
പറയുമ്പോൾ സല്യൂട്ട് സ്വീകരിക്കുക, അപ്പ് പറയുമ്പോൾ മാത്രം കൈതാത്തുക, കോമൺ ആയിട്ട്. നമ്മുടെ ഈ ജാഥയ്ക്ക് സല്യൂട്ട് സ്വീകരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. जनरल सल्यूट करेगा, जनरल सल्यूट सल्यूट। पर्पल मीडिया कोल्लम। लाल सलाम सकातुरु, लाल सलाम, लाल सलाम, लाल सलाम सकातुरु। जनाधिपति सरकार ലക്ഷക്കണക്കിന് തൊഴിലാളി മനസ്സുകൾ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച് കാത്തുപിടിക്കുന്ന കൈകൾ കൊണ്ട് ആയിരക്കണക്കിന് അമ്മമാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നന്മ രാഷ്ട്രീയം കൊണ്ട് മാനവിക മൂല്യങ്ങളെ അടയാളപ്പെടുത്തിയ സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന സഖാവ് ബിനോയ് വിശ്വത്തെ സ്വീകരിക്കുന്നു. വഴി 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 ജാഥ ക്യാപ്റ്റന് പ്രൗഢഗംഭീരമായ സ്വീകരണം കൊടുത്തുകൊണ്ട് ചാത്തന്നൂരത്തെ ബഹുജനങ്ങൾ ജാഥ ക്യാപ്റ്റൻ സഖാവ് ബിനോയ് വിശ്വത്തെ വേദിയിലേക്ക് ആനയിക്കുന്നു. ചാത്തന്നൂരിന്റെ മണ്ണിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം കൊടുത്തുകൊണ്ട് സഖാവ് ബിനോയ് വിശ്വത്തെ സമ്മേളന നഗറിലേക്ക് ആനയിക്കുന്നു. നൂറുകണക്കിന് റെഡ് വാളണ്ടിയേഴ്സുമാരുടെ പരേഡും കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കഥകളി ഉൾപ്പെടെയുള്ള സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ട് സഖാവ് ബിനോയ് വിശ്വത്തെ സമ്മേളന നഗറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാത്തന്നൂരിന്റെ വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സഖാവ് ബിനോയ് വിശ്വത്തെ സ്വീകരിച്ചു ആനയിക്കുന്നു. നൂറുകണക്കിന് റെഡ് വാളണ്ടിയേഴ്സുമാർ ബഹുജനങ്ങൾ ചാത്തന്നൂരിന്റെ മണ്ണിൽ ഐതിഹാസികമായ സ്വീകരണം കൊടുത്തുകൊണ്ട് സഖാവ് ബിനോയ് വിശ്വത്തെ സമ്മേളന നഗറിലേക്ക് ആനയിക്കുന്നു. ചാത്തന്നൂരിന്റെ ബഹുജനങ്ങൾ ഇതാ സഖാവ് ബിനോയ് വിശ്വത്തെ സമ്മേളന വേദിയിലേക്ക് ആനയിക്കുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ 98% റോഡുകൾ BMNDC നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞ മണ്ഡലമാണ് ചാത്തന്നൂർ. അടിസ്ഥാന സൗകര്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങളായി നമ്മുടെ സ്വപ്നങ്ങളായിരുന്ന നിരവധി പദ്ധതികൾ ചാത്തന്നൂർ പഞ്ചായത്തിൽ തന്നെ ഈ യോഗം നടക്കുന്ന പഞ്ചായത്ത് പള്ളിക്കവരുടെ പാലത്തിന് വേണ്ടി ചാത്തന്നൂരിൽ നിന്നുള്ള പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. അത് സാക്ഷാത്കരിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. 12 കോടി രൂപ. ഒരു പാലം ചോദിച്ചപ്പോ 4 പാലം തന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. ചാത്തന്നൂരിൽ പള്ളിക്കവരുടെ പാലം, ഞവരൂർ പാലം, കുമ്മല്ലൂർ പാലം, ആറാഞ്ചാൽ നടപ്പാലം, 2 കിലോമീറ്ററിനുള്ളിൽ 4 പാലം നിർമ്മിക്കുന്ന കേരളത്തിലെ ഏക നിയോജക മണ്ഡലം ചാത്തന്നൂരാണ് എന്ന അഭിമാനത്തോടെ നാടിനോടേക്ക് പറയാൻ കഴിയും. ഒല്ലാൽ റെയിൽവേ മേപ്പാലം 40 വർഷം മുമ്പ് കല്ലിട്ടിട്ട് പോയതാണ്. ഒരു പണിയും നടന്നില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു കാലം ജനം ആഗ്രഹിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോടൊപ്പം നിൽക്കാൻ
ഈ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ നാടിനെ സമർപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഇച്ഛാശക്തിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവരുടെ തീവ്രമായ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. ഇത് ഈ നാടിന് തുടരേണ്ടതുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ചെറിയ പോരാട്ടം സംഭവിച്ചാൽ ഈ നാട്ടിലെ നമ്മളെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അനാഥമാകുമെന്ന രാഷ്ട്രീയ സത്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ നാടിനോട് പറയുന്നത്. ആ ഉത്തരവാദിത്വം ഇടതുപക്ഷം കൃത്യമായി നിർവഹിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അസത്യ പ്രചരണങ്ങൾ അതിന്റെയൊക്കെ പുകമറയിലൂടെ ഈ നന്മയെ തകർക്കാമെന്ന വ്യാമോഹത്തോടു കൂടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് ഈ നാട്ടിൽ വിലപ്പോകില്ലെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് നമ്മുടെ ശരിയായിട്ടുള്ള ജനങ്ങളോട് ഒപ്പം നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കഴിയണം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന സമ്മേളനങ്ങളായി കേരളത്തിലെ മുഴുവൻ സ്വീകരണ സമ്മേളനങ്ങൾ മാറിത്തീരുകയാണ്. ഇന്ന് ചാത്തന്നൂരിൽ നടക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണ സമ്മേളനവും ആ അർത്ഥത്തിൽ നാടിന്റെ നേതൃത്വമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാനിതേ കടവയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഈ ജാഥ നേരത്തെ പറഞ്ഞു സഖാവ് ബിനോയ് വിശ്വം ജാഥ ക്യാപ്റ്റനായുള്ള ജാഥയാണ്. സഖാവ് എം സ്വരാജാണ് ജാഥയുടെ മാനേജർ. ഇവർ രണ്ടുപേരും ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ എത്തിച്ചേരും. ഈ ജാഥയിൽ നേതൃത്വം നൽകുന്ന സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ജാഥയുടെ ക്യാപ്റ്റൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് ബിനോയ് വിശ്വത്തിന് ഈ ചാത്തന്നൂരിന്റെ മണ്ണിലേക്ക് എല്ലാവരുടെയും പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. സഖാവ് എം സ്വരാജ് എടുത്ത് പറഞ്ഞു. പ്രിയമുള്ളവരെ, ബിനോയ് വിശ്വം നയിക്കുന്ന നമ്മളുടെ എം സ്വരാജ് ജാഥ ക്യാപ്റ്റനായ തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചാത്തന്നൂരിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും സഖാക്കൾ ഇതാ വളരെ ആവേശപൂർവ്വം സമ്മേളന സ്വീകരണ നഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സഖാവ് ബിനോയ് വിശ്വം ക്യാപ്റ്റനായും എം സ്വരാജ് ജാഥ മാനേജറുമായി നടക്കുന്ന വികസന മുന്നേറ്റ യാത്ര സ്വീകരിക്കുവാൻ റെഡ് വാളണ്ടിയേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കും തന്നെ സഖാവ് ബിനോയ് വിശ്വവും എം സ്വരാജും എത്തുന്നതാണ്. റെഡ് വാളണ്ടിയേഴ്സിൻ്റെ പരേഡ് പൂർത്തീകരിച്ചിരിക്കുന്നു.